ഹലോ, രേണുക ഉണ്ണിക്കണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രസകരമായ വളരെ ഭക്തിപൂർവമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വളരെ മനോഹരമായ, ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത എൻ്റെ നാട്ടിലേക്കുള്ളൊരു യാത്രയാണ്. ഞാനും മോളും കൂടിയിട്ട് ട്രെയിനിലാണ് യാത്ര. പുലർച്ചെയാണ് യാത്ര. അപ്പോൾ ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് പോണതാണ്. അപ്പോൾ എൻ്റെ കൂടെ വരൂ, നമ്മൾക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. നമ്മുടെ നാട് പാലക്കാട് മഞ്ഞളൂർ എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടേക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് സാധിക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മോളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളിതാ ഏകദേശം ഞങ്ങൾ രാവിലെ 5:45 പുറപ്പെട്ടു. ഞങ്ങൾ പാലക്കാട് എത്തുമ്പോൾ ഏകദേശം ഒരു 10:30 ആകുമ്പോഴത്തേക്കും നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയതിന് ശേഷം പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആങ്ങളെയും ഭാര്യയും അച്ഛനും അമ്മയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കാറിൽ വന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ മുകളിലത്തെ ദൈവത്തിൻ്റെയാണ്, സിംഹരാജ് എന്ന് പറയും. അവിടുത്തെ ലൈറ്റ് റെജിമെൻ്റ് ഒന്നും ഇടുന്നേക്കാളും മുന്നാണ് എടുത്തത് കേട്ടോ. വന്ന പാടെ ഞങ്ങൾ കുളത്തിൽ കുളിക്കാനാണ് പോയത്. ഇവിടെയാണ് ഞാൻ പണ്ട് കുളിക്കണത്, ഞങ്ങൾ ഇവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട്, ഈ പൊടിയൊക്കെ കണ്ടിട്ട് മോളിങ്ങനെ നിൽക്കുക, അമ്മ എങ്ങനെയാണ് അമ്മയെ കുളിക്കാന്ന്. അപ്പോൾ അങ്ങ് അറ്റത്തൊരു കടവുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് ഞങ്ങൾ കുളിച്ചത് കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് കുളത്തിൽ കുളി, എന്നിട്ട് ഈറനോടെ കൂടി കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ വിളക്ക് വെച്ച് അങ്ങനെ ഇരുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ നാടാണിത്, എൻ്റെ സ്വന്തം നാട്. ഇതെൻ്റെ ദേവിയാണ്, മാരിയമ്മ എന്ന് പറയും. ഈ ദേവിയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് എൻ്റെ വീട് കേട്ടോ. 2 അമ്പലത്തിൻ്റെ നടുക്കാണ് എൻ്റെ വീട്. അപ്പോൾ ഇത് പറ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്തെല്ലാം അന്നത്തെ ദിവസം ഉപയോഗിക്കണോ അതൊക്കെ പറയിൽ നാളികേരം, മഞ്ഞൾ പറ, പൂക്കൾ, ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി എല്ലാം നമ്മൾക്ക് ആ ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. കണ്ടു, ഇവിടെയും എൻ്റെ കണ്ണൻ വന്നിരിക്കുകയാണെന്നേ. എന്നെ നോക്കി എൻ്റെ കണ്ണൻ വന്ന്, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കണ്ണൻ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കണ്ണനെ വെക്കാറില്ല. ദേവീക്ഷേത്രം ആയതുകൊണ്ടോ എന്താണെന്നറിയില്ല, ദേവീക്ഷേത്രത്തിൽ വെക്കാറുണ്ട്. പക്ഷേ മാരിയമ്മയ്ക്ക് ആയതുകൊണ്ട് ഇങ്ങനെ കണ്ണനെ കൊണ്ട് വയ്ക്കാറില്ല. അപ്പോൾ ഇവിടെ കണ്ണനൊക്കെ വന്നിരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇത് ഉടുക്കുട്ടുപാട്ടാണ്. ഇത് മുകളിലത്തെ ക്ഷേത്രത്തിലത്തെ ഉടുക്ക് കൊട്ടുപാട്ടും അവിടുത്തെ ആഘോഷങ്ങളാണ്. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പോണത്. അപ്പോൾ ഇതാ ഞങ്ങൾ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് നോക്കുമ്പോൾ, അതായത് പാറയാണ് ഇവിടെ ഫുൾ. പാറയെല്ലാം വെടിവെച്ച് അവിടെ ഇപ്പോൾ ഇങ്ങനെ നല്ല, ഇപ്പോൾ ശരിക്കും നിരപ്പായ സ്ഥലമാക്കിയിട്ടോ. പണ്ട് ഇങ്ങനെയല്ല, പാറപ്പുറത്തായിരുന്നു ആ ദൈവം ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ എല്ലാം സ്ലോപ്പാക്കിയതുകൊണ്ട് കാണാൻ നല്ല രസമാണ്, വേഗം എളുപ്പത്തിൽ കയറാം. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അമ്പലത്തിന് നടുക്ക് വീട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം കേട്ടോ. ഇത് തീകുഴിയാട്ടത്തിൻ്റെയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരുക്കി വെച്ചിട്ട് ാണ് കോലൊക്കെ ഇട്ടിട്ട്. ഇവിടെ ഇതാ ഇങ്ങനെ കണ്ടു, ഇവിടെ കൊത്തുപണികളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. മോളമ്മയെ ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് നിന്നതാ. അപ്പോൾ ഞാനത് വീഡിയോ ആയി. അപ്പോൾ നമുക്ക് പിന്നീട് എടുക്കാം നമുക്ക് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പിന്നീട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ മാരിയമ്മയുടെ ഓരോ രൂപങ്ങളും ഇതൊക്കെയായിട്ടുള്ള ഇങ്ങനെ പ്രതിമകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് ദൈവങ്ങളും ഇങ്ങനെ ശക്തി വരുമ്പോൾ ഇങ്ങനെ തുള്ളുന്നതാണ് കേട്ടോ. മാരിയമ്മയും പേച്ചിയമ്മ എന്ന് പറയും അവരാണ്. പിന്നെ കറുപ്പസ്വാമിയുടെ തുള്ളലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കറുപ്പസ്വാമി ഇവിടെ പറയുന്നുണ്ട്, ഒറയ്യാന്ന് പറയും. അപ്പോൾ ഇത് മാരിയമ്മയാണ് കേട്ടോ. മാരിയമ്മ ഇങ്ങനെ ഓരോരുത്തർക്ക് അനുഗ്രഹം കൊടുക്കാനും ഇതിനൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. ഈ തുള്ളുന്നത് കറുപ്പസ്വാമിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ മോള് സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ എടുക്കണ്ടമ്മേ, എടുക്കാൻ പാടില്ല, ദൈവങ്ങളുടേതല്ലേന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണ്ടേ എൻ്റെ നാട്ടിൽ എങ്ങനെയൊക്കെയാണെന്ന്. ഇതെനിക്ക് ഭയങ്കര ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു സന്തോഷമാണ് കേട്ടോ. ഒരുപാട് കാലത്തെ ആഗ്രഹം കൂടി ആയതുകൊണ്ടേ ഒന്നും പറയാനില്ല, അത്രയ്ക്കും ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. പിന്നെ ഇതാ കാവടി, ശിങ്കാരിമേളം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ വർഷമായിട്ട് പോയതുകൊണ്ട് അവിടെയുള്ളവർ പറയാണ്, രേണു വന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇപ്രാവശ്യം. അത് വെറുതെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വന്നതുകൊണ്ട് അങ്ങനെയൊന്നല്ല. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെയുള്ള ഓരോ സന്തോഷങ്ങളും കൂടുതലായി വരികയാണ്.
അത്രയും അനുഗ്രഹമാണ് ഭഗവാന്റേത് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ വരിക. പിന്നെ എന്താ പറയുക, നല്ല വെടിക്കെട്ട് അങ്ങനത്തെ പരിപാടി പണ്ടൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചെറിയൊരു അമ്പലം, ചെറുതായിട്ടൊരാഘോഷം അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ കാലങ്ങൾ പോകുന്നതിനനുസരിച്ച് ഓരോ ആൾക്കാരും പിന്നെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഇങ്ങനെ എന്താ പറയുക, ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ വഴിപാട് നേരിയാണ്. ഈ വർഷം ഞങ്ങൾ ഇങ്ങനെ ചെയ്തോളാം, ഈ വർഷം ഞങ്ങൾ ഇങ്ങനെ ചെയ്തോളാം. ഇത് ഭഗവാനെ അവിടെ താഴെ പോയിട്ട് വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് അവിടെ താഴെ നമ്മുടെ ഇങ്ങനെ കുംഭം നിറയ്ക്കാൻ പോവാന്ന് പറയും. അപ്പോൾ ആ നിറയ്ക്കാൻ പോണതിനേക്കാളും മുന്നേ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവിടെ താഴത്തെ അമ്പലത്തിൽ പോയിട്ട് താലപ്പൊലിയും കൊണ്ട് പോണതാണ്. പോയതിന് ശേഷം അതവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഈ ദൈവങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത് പുളിവിറകിലാണ് ഈ കുഴിയാട്ടം എന്ന് പറയും. അത് അവിടെയൊക്കെ റെഡിയാക്കി വെച്ച് എന്നിട്ട് അതിന് തീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തീ കൊടുത്തതിന് ശേഷം നമ്മൾ കുംഭം നിറച്ചിട്ട് വരും. കുംഭം നിറയ്ക്കാൻ പോണ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഫോണ് ചാർജെല്ലാം തീർന്നു പോയി. അപ്പോൾ പിന്നെ എനിക്കൊന്നും പറ്റിയിട്ടില്ല. സാരമില്ല, നമുക്ക് ബാക്കിയുള്ളത് കാണാമല്ലോ. അപ്പം അങ്ങനെ കുംഭം നിറച്ചിട്ട് വരുമ്പോൾ ഉള്ള ഭാഗങ്ങൾ കുറച്ചൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ നമുക്ക് ഇത് കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ മറ്റേ വേപ്പിൻ്റെ ഇലയില്ലേ, വേപ്പിൻ്റെ ഇല ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങനെ തീ അങ്ങനെ കൽപ്പൂരമൊക്കെ വെച്ച് തീ കൂട്ടി കൊടുത്തു. ഇനി അത് കത്തി ഇങ്ങനെ വരണം. അപ്പോഴത്തേക്കും ദൈവങ്ങളൊക്കെ ഉറഞ്ഞ് അമ്പലത്തിലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ വരും. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസമായി. അപ്പോഴത്തേക്കും പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മാവളക്കൊക്കെ ഉണ്ടായിരുന്നു. മാവളക്കൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ കൂട്ടരെ. ഭയങ്കര വിഷമമായി പോയി, ഈ ചാർജ് തീർന്നു പോയതുകൊണ്ടേ. അങ്ങനെ ഇതാ അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഉൾഭാഗം ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ പിന്നെ ഒന്ന് പെട്ടെന്ന് എടുത്തു പോയതാണ്. പിന്നെ ഇത് ഞങ്ങൾ പൊങ്കാല ഇടുകയാണ്. ഭഗവതിക്ക് പൊങ്കാലയിടുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്രാവശ്യം പൊങ്കാലയിടാൻ. ഒരുപാട് ആഗ്രഹത്തോടു കൂടി പൊങ്കാലയിട്ടു. വളരെ മനോഹരമായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നല്ല സന്തോഷത്തോടു കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് കാലത്തെ ഈ ആഗ്രഹം സാധിച്ചതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് ഞാൻ പിന്നീട് പറയാട്ടോ. എങ്ങനെയാണ് എനിക്ക് ഇത്രയും ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടണം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളുടെ ഈ യാത്ര പോക്ക് കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഇന്നിങ്ങനെ തിരിച്ച് പുറപ്പെട്ടു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്